നായന്മാരുടെ ശ്രദ്ധയ്ക്ക് ഈ ചിത്രത്തിൽ കാണുന്ന മനുഷ്യരൂപിയുടെ പേര് പവിത്രൻ എന്നാണ്. പവി അനന്താശ്രം എന്ന് ഫേസ്ബുക്ക് നാമം. മദ്യപാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇദ്ദേഹം ദീർഘനാളായി അഭിരമിക്കുന്ന ഒരുവനാവാതിരിക്കേണ്ട കാര്യമില്ലെന്നാണ് ലഹരിശാസ്ത്രം പറയുന്നത്. അദ്ദേഹത്തിന്റെ മുഖലക്ഷണവും അത് ശരിവെക്കുന്നതാണ്. മദ്യച്ചടവ് മയങ്ങുന്ന കണ്ണുകൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ മൂക്കിലും അതുപോലെ തന്നെ മുഖചർമ്മത്തിലും കാണപ്പെടുന്ന കരുവാളിപ്പ് സത്യത്തിൽ ലക്ഷണമൊത്ത ഒരു കരൾ രോഗിക്ക് മാത്രം അവകാശപ്പെടാവുന്നതാണ്. നായന്മാരുടെ കീഴിൽ മദ്യാസക്തി മോചന ചികിത്സ ആരംഭിച്ചിട്ടില്ലെന്ന കാര്യം പോങ്ങന് വളരെ നന്നായിട്ട് അറിയാം. എന്നിട്ടും സുരപാന സംബന്ധമായി അദ്ദേഹം വെച്ചു പുലർത്താൻ സാധ്യതയുള്ള വാസനയിലേക്കും ആസക്തമായ നിലയിൽ കാണപ്പെടാൻ സാധ്യതയുള്ള അദ്ദേഹത്തിന്റെ ആ പാന സ്വഭാവത്തിലേക്കും ഈ പോങ്ങൻ നായന്മാരുടെ അടിയന്തര ശ്രദ്ധ ക്ഷണിക്കുന്നതിന് പിന്നിൽ തക്കതായിട്ടുള്ള കാരണമുണ്ട്. അത് പിന്നാലെ പറയാം. പോങ്ങൻ പറയുന്നത് മുഴുവനായും കേൾക്കാനുള്ള ക്ഷമ ദയവായി നിങ്ങൾ നായന്മാർ കാണിക്കണം. ഞാനല്ലാതെ നിങ്ങളുടെ സ്വയം പ്രഖ്യാപിത പോപ്പായിട്ടുള്ള സുകുമാരൻ നായർ പോലും ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. നാടൊട്ടുക്കുള്ള നായന്മാരുടെ കുടുംബം നന്നാക്കാനല്ല, അണ്ടകടാഹത്തിലുള്ള സകല നായന്മാരെയും പ്രതിനിധീകരിച്ച് സ്വന്തം കുടുംബം നന്നാക്കാനാണ് മറ്റേത് സമുദായ നേതാക്കളെയും പോലെ തന്നെ തീർച്ചയായിട്ടും പെരുന്ന പോപ്പിന്റെയും ഉന്നം. അതുകൊണ്ട് എന്റെ നായന്മാരെ, ഈ പോങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. നമ്മുടെ രാജ്യം വലിയൊരു വിമാന ദുരന്തത്തിന്റെ ഞെട്ടലിൽ കഴിയുകയാണെന്ന സത്യം നിങ്ങൾ അറിഞ്ഞായിരുന്നോ നായന്മാരെ? ഇല്ല, അറിയണം. അങ്ങനെ ഒരു ദുരന്ത സംഭവം ഉണ്ടായി. അതിപ്പോ ഉണ്ടാക്കിയതാണെങ്കിലും സ്വതവേ ഉണ്ടായതാണെങ്കിലും ഒരുപാട് മനുഷ്യർക്ക് ആ ദുരന്തത്തിലൂടെ ജീവനഷ്ടം സംഭവിച്ചു. പത്തനംതിട്ടക്കാരിയായിട്ടുള്ള ഒരു രഞ്ജിതയും മരണപ്പെട്ടവരുടെ പട്ടികയിലുണ്ട്. ആ രഞ്ജിതയെ ഈ പവിത്രൻ മനുഷ്യർക്ക് ചേരാത്ത വിധം അപമാനിച്ചു. മലയാളിയായതോ സ്ത്രീ ആയതോ അതല്ലെങ്കിൽ പത്തനംതിട്ടക്കാരിയായതോ നഴ്സായതോ അതൊന്നുമല്ല ആ പരേതയെ അപമാനിക്കാൻ പവിത്രന് പ്രചോദനമായത്. ആ സ്ത്രീ നായരായിരുന്നു എന്നതാണ് പവിത്രാക്ഷേപത്തിന്റെ അടിസ്ഥാനം. എന്തു പറഞ്ഞാണ് അധിക്ഷേപിച്ചതെന്ന് എടുത്തു പറയുന്നത് പോലും വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആത്മാവിനെ അവഹേളിക്കുന്ന പണിയായി പോകും. അതുകൊണ്ട് പോകരുത്, ആവർത്തിക്കുന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും അതറിഞ്ഞ കാര്യമാണ്. പവിത്രൻ എന്ന മനുഷ്യരൂപിയെ അയാളുടെ ആ അധിക്ഷേപത്തിന്റെ പേരിൽ വിമർശിക്കാനും തീർച്ചയായിട്ടും പോകുന്ന ഒരുക്കമല്ല കേട്ടോ. കാരണം അയാൾ ഒരു സഖാവാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന മതത്തിലെ തീട്ടക്കമ്മി എന്ന് പറയുന്ന ജാതിയിൽപ്പെട്ട ഒരുവൻ എന്ന നിലയിൽ മനുഷ്യവിരുദ്ധമായി പെരുമാറാനും പരേതരായിട്ടുള്ള മനുഷ്യരെ പോലും അപമാനിക്കാനും അയാൾക്ക് എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. ഈ നവീൻ ബാബുവിന്റെ കൊല്ലപ്പെടലിന് മുൻപുണ്ടായിട്ടുള്ള പരസ്യ ഭീഷണിയെ മുൻനിർത്തി ഒരു തീട്ട കമ്മിണിക്ക് ജാമ്യം നിഷേധിച്ചതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട കോടതിയെ പോലും അപഹസിച്ചവനാണ് ഈ പവിത്രൻ. നവീൻ ബാബുവും അയാളെ പോലെ തന്നെ സഖാവായിരുന്നില്ലേ? എന്നിട്ടും നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം ആ മനുഷ്യനെ കൈക്കൂലിക്കാരനായി അവതരിപ്പിക്കാൻ ശ്രമിച്ചവനാണ് ഈ പവിത്ര തീട്ടം. കൈക്കൂലിക്കാരനല്ലാത്ത ഒരു സഖാവ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. ആ മനുഷ്യന്റെ സംസ്കാരം കഴിയും മുന്നേ അയാൾ കൈക്കൂലിക്കാരനെന്ന് ആക്ഷേപിച്ചത് വ്യക്തിപരമായിട്ടുള്ള വിരോധം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ നായന്മാരെ? ആണെന്ന് പറയുന്ന നായന്മാരോട് പോകണമെന്ന് ചോദിക്കട്ടെ. പത്തനംതിട്ടക്കാരിയായിട്ടുള്ള രഞ്ജിതയോട് വ്യക്തിവിരോധമുണ്ടായിട്ടാണോ അയാൾ ആ പരേതയെ അപമാനിച്ചത്? നിങ്ങൾ പരിഷ്കൃത ബുദ്ധിയുള്ള കണ്ടമാനം സംസ്കൃതീകരിക്കപ്പെട്ട നായന്മാർ പോകനോട് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അതായത് കൊല്ലപ്പെട്ട നവീൻ ബാബുവും വിമാനാപകടത്തിൽ ഇപ്പോൾ മരിച്ച രഞ്ജിതയും പത്തനംതിട്ടക്കാരാണെന്നും അതുകൊണ്ട് തീട്ടപവിത്രന് പത്തനംതിട്ടക്കാരോട് പ്രത്യേകമായിട്ടുള്ള എന്തോ ഒരുതരം കെറിവുണ്ടെന്നുമല്ലേ നിങ്ങൾ ഈ പോങ്ങനോട് പറയാൻ പോകുന്നത്? ശരി, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ പോങ്ങൻ മറ്റൊരു കാര്യം ചോദിക്കാം, അല്ലെങ്കിൽ പറയാം. കാഞ്ഞങ്ങാട് MLA-യും അതുപോലെ തന്നെ മുൻ മന്ത്രിയും ഒക്കെ ആയിരുന്ന CPI നേതാവായിട്ടുള്ള ശ്രീ ഇ ചന്ദ്രശേഖരനെ മരിക്കുന്നതിന് മുന്നേ തന്നെ അധിക്ഷേപിക്കാൻ മനസ്സ് കാണിച്ചവനാണല്ലോ ഈ തീട്ടപവിത്രൻ. ആ ഇ ചന്ദ്രശേഖരൻ പത്തനംതിട്ടക്കാരൻ അല്ലല്ലോ, ആണോ? അപ്പോൾ ആ അധിക്ഷേപം എന്തിനുള്ളതാണ്? എന്റെ പുരോഗമന നായന്മാരെ, പോങ്ങൻ സംഗതി നിങ്ങൾക്ക് പറഞ്ഞു തരാം. കൊല്ലപ്പെട്ട നവീൻ ബാബു, മരണപ്പെട്ട രഞ്ജിത, ഒട്ടും തന്നെ മരിക്കാത്ത നമ്മുടെ ഈ ചന്ദ്രശേഖരൻ, ഇവർ മൂവരെയും ബന്ധിപ്പിക്കുന്ന ഒരു പൊതു ഘടകമുണ്ട്. അതാണ് അവരുടെ ജാതി. 3 പേരും നായന്മാരാകുന്നു. അതായത് തീട്ടപവിത്രന് വ്യക്തിവിരോധമില്ല, അയാൾക്ക് ജാതി വെറി മാത്രമേ ഉള്ളൂ. അയാളുടെ വിരോധം നായന്മാരോടാണ്. ഇനിയെങ്കിലും നിങ്ങളത് തിരിച്ചറിയണം. അയാളിൽ നിന്ന് സുരക്ഷിതമായിട്ടുള്ള അകലം സൂക്ഷിക്കാൻ നായന്മാർ ശ്രദ്ധിക്കണം എന്നാണ് പോങ്ങന് പറയാനുള്ളത്. വളരെ കരുതലെടുക്കണം എന്ന് കരുതി ഈ അണ്ടകടാഹത്തിലുള്ള സകല നായന്മാരും ഒറ്റക്കെട്ടായി അങ്ങോട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. കാസർഗോഡ് വെള്ളരിക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന നായന്മാർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾ മാത്രം തൽക്കാലം ഒന്നും ഭയന്നാൽ മതി. കാരണം ഈ തീട്ടപവിത്രൻ അവിടെ തഹസീൽദാരായി ജോലി നോക്കി കുടുംബം പോറ്റുന്ന ഒരു ഹീനനാണ്. തഹസീൽദാർ എന്നൊക്കെ പറയുന്നത് ചില്ലറ സ്ഥാനമൊന്നുമല്ല, ഗംഭീരമായിട്ടുള്ള പദവിയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥാനത്താണ് ഇങ്ങനെ ഒരു പോഴൻ കയറിയിരിക്കുന്നത്. നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥയെ അതൊക്കെ പോട്ടെ, അതൊന്നും അല്ലല്ലോ നമ്മൾ പറയാൻ വരുന്നത്. എന്തായാലും ആ മനുഷ്യൻ ഇപ്പോൾ
സസ്പെൻഷനിലാണ്. എന്ന് വെച്ചാൽ ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങാനുള്ള സാഹചര്യം ആ തീട്ട പവിത്രന് ഇപ്പോൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് താലൂക്ക് ഓഫീസിലേക്ക് പോകുന്ന നായന്മാർക്ക് സ്വല്പം ആശ്വാസം കണ്ടെത്താൻ കഴിയുമെങ്കിലും വഴിയിൽ എവിടെയെങ്കിലും ഇയാളെ കാണാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കണം. നേരത്തെ ഈ ക്നാപ്പിനെ ഓഫീസിൽ മാത്രം പേടിച്ചാൽ മതിയെങ്കിൽ ഇനി തെരുവിലും, സസ്പെൻഷനിലായ നിലയിൽ തെരുവിലും പേടിക്കണം. അതുപോലെ വാലുള്ള നായന്മാർ ഈ വെള്ളരിക്കുണ്ട് ഭാഗത്തുകൂടി എങ്ങാനും സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാലു മറച്ചു വെക്കാൻ മറക്കരുത്. ഇല്ലെങ്കിൽ നായർ വിരുദ്ധനായിട്ടുള്ള ഈ വെള്ളരിക്കുണ്ടന് പേയിളക്കം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു നിഗമനത്തിലാണ് പോങ്ങൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അല്ലെങ്കിൽ പോങ്ങന്റെ നിരീക്ഷണം ആ നിലയ്ക്കാണ്. ഈ പവിത്ര വിഷത്തിന് മറുമരുന്നില്ല. എന്താണ് ഇയാളുടെ നായർ വിരോധത്തിന് അടിസ്ഥാനമെന്ന് പോങ്ങൻ ഒന്ന് അന്വേഷിച്ചു നോക്കി. അന്വേഷണാത്മക പത്രപ്രവർത്തനം പോകന്റെ ഒരു പരിധിയിൽ പെടുന്നതല്ല എങ്കിൽ പോലും പോകൻ ഒന്ന് പരതി നോക്കി. ചെറുപ്പത്തിൽ ഈ പവിത്രനെ ഒരു പട്ടി നല്ല നിലയിൽ കടിച്ചിട്ടുണ്ട്. നല്ല നിലയിൽ വായിലുള്ള മുഴുവൻ പല്ലുകളും ഉപയോഗിച്ച് പവിത്രന്റെ ആ ഇളം ശരീരത്തിൽ പട്ടി ബാഹ്യലീല സമ്പ്രദായത്തിൽ കടികേളിയാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യമായി പോവും. പക്ഷേ അങ്ങനെ തന്നെയാണിത് പറയേണ്ടത്. കളികേളിയാടി, അമ്മാതിരി കടി, അറഞ്ചം പുറഞ്ഞം കട്ടിച്ചു കളഞ്ഞു. നല്ല നെയ്മുറ്റിയ ശരീരവുമായിരിക്കണം. കുഞ്ഞല്ലേ, ഇളം പ്രായമല്ലേ, കൊടുത്തു നന്നായിട്ട് കട്ടി, മുടിഞ്ഞ വേദന ശരീരം മുഴുവൻ. എൻ്റെ അല്ല, കടികൊണ്ട നമ്മുടെ ആ തീട്ട പവിത്രന്റെ ഇളം ശരീരത്തിൽ കുഞ്ഞുനാളിൽ. കാലക്രമേണ ആ വേദന ശരീരത്തിൽ നിന്നും മാഞ്ഞു പോയിട്ടുണ്ടെങ്കിലും മനസ്സിൽ അത് നോവുന്ന ഓർമ്മയായി ഇപ്പോഴും ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ വേദന എങ്ങനെ നായർ വിരോധമാകുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ നായന്മാരെ അത് പോങ്ങൻ തീർച്ചയായിട്ടും നിങ്ങളോട് വെളിപ്പെടുത്താം. തൻ്റെ അമ്മയെ കെട്ടിയവനെ അച്ഛൻ എന്നായിരുന്നു ഈ പവിത്രൻ വിളിച്ചിരുന്നത്. പെറ്റമ്മ അവൻ്റെ തെറ്റിദ്ധാരണ തിരുത്താനും നിൽക്കാതിരുന്നത് കൊണ്ട് പട്ടികടി കൊള്ളുമ്പോഴും പവിത്രൻ ആ അമ്മയെ കെട്ടിയവനെ അച്ഛ എന്നാണ്, അങ്ങനെ തന്നെയാണ് വിളിച്ചിരുന്നത്. അങ്ങനെ പട്ടികടി കൊണ്ട് കട്ടുകടയ്ക്കുന്ന വേദനയുമായി കട്ടിലിൽ കിടന്ന ആ സമയത്ത് ഈ പവിത്രന്റെ അച്ഛൻ എന്ന് അല്ലെങ്കിൽ പവിത്രന്റെ അച്ഛൻ എന്ന് പറയുന്നവൻ നായകളെ സൂക്ഷിക്കണം, നായ കടിച്ചാൽ ആപത്താണ് എന്നൊക്കെ പൊതുവെ കുഞ്ഞുങ്ങളെ ഉപദേശിക്കുന്ന മട്ടിൽ ഒന്ന് ഉപദേശിച്ചു. കുഞ്ഞു പവിത്രനെ ഉപദേശിച്ചു. തഹസീൽദാരായിട്ട് പോലും ബോധം വരാത്തവനാണ് തീട്ട പവിത്രൻ. ഈ തീട്ടപവിത്രൻ തഹസീൽദാരായിട്ട് പോലും ബോധം വരാത്തവനാണ് ഈ തീട്ടപവിത്രൻ. അങ്ങനെയുള്ളവന് പട്ടികടി കൊള്ളുന്ന ആ കുഞ്ഞുകാലത്ത്, കുട്ടിക്കാലത്ത് എത്ര ബോധമുണ്ടാവുമെന്ന് ഓർക്കണം. ഇന്നേ ബോധമില്ല ഇവന്. അപ്പൊ പിന്നെ ആ കുഞ്ഞായിരിക്കുമ്പോൾ എന്ത് ബോധമുണ്ടാവും? സത്യത്തിൽ നായകൾ കടിച്ചാൽ പേ പിടിക്കും എന്ന ഉപദേശത്തെ നായന്മാരെ സൂക്ഷിക്കണമെന്നും നായന്മാർക്ക് പേയുണ്ടെന്നുമാണ് ഈ തീട്ടപവിത്രൻ മനസ്സിലാക്കി വെച്ചത്. അതിനുള്ള ബോധമല്ലേ ഉള്ളൂ. അതോടെ നായന്മാരെന്ന് കേട്ടാൽ തീട്ടപവിത്രന് പേയിളകും. നായന്മാരെ കണ്ടാൽ തീട്ടപവിത്രന് അവരെ പിടിച്ച് കടിക്കാൻ മുട്ടും. അതാണ് ഇപ്പോഴത്തെ നില. ചുരുക്കി പറഞ്ഞാൽ ചെറുപ്പത്തിൽ പവിത്രനെ കടിച്ചത് ഒരു പേപ്പട്ടി തന്നെയായിരുന്നു. പക്ഷേ പട്ടിയേക്കാൾ പേവിഷം പവിത്രനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ പവിത്രനിൽ സഹജമായി തന്നെ ഉണ്ടായിരുന്നു എന്നതിനാൽ പട്ടിയുടെ വിഷത്തിന് പവിത്രനിൽ വലിയ സ്വാധീനമൊന്നും ചെലുത്താൻ സാധിച്ചില്ല. അതാണ് സത്യം. എങ്കിലും അതിൻ്റെയൊക്കെ അംശമുണ്ടല്ലോ. സഹജമായിട്ടുള്ള പേയും ഈ കടിച്ച പട്ടിയിൽ നിന്നുള്ള പേയും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ആകെ മൊത്തം ഒരു പേ പിടിച്ച മനുഷ്യനായി ഈ പവിത്രൻ അങ്ങനെ പവിത്ര പേ ആ നിലയിൽ അങ്ങോട്ട് കഴിയുകയാണ്. പവിത്ര പേയുമായി അങ്ങനെ അങ്ങ് കഴിയുകയാണ്. എന്തായാലും ഇവൻ ഉദ്യോഗത്തിൽ നിന്ന് വിരമിക്കുന്നതുവരെ ഈ തീട്ടപവിത്രൻ അഴിമതിയെടുക്കുന്ന ഓഫീസിന്റെ പരിസരത്ത് പോലും ഒരൊറ്റ നായരും ചെല്ലരുത്. കഥ കഴിക്കും. ചെറുപ്പത്തിൽ പട്ടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ പേയ്ക്കും സ്വഭാവത്തിൽ സഹജമായി കലർന്ന വിഷത്തിനും വീര്യം നൽകുന്ന പണി കമ്മ്യൂണിസവും എടുത്തു വച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഓർക്കണം. പട്ടിയിൽ നിന്ന് കിട്ടിയ പേ, സഹജമായിട്ടുള്ള ആ വിഷം, ഇത് രണ്ടിനും വീര്യം കൊടുക്കാൻ കമ്മ്യൂണിസത്തിനും കഴിഞ്ഞു. അപ്പോൾ ഇവനെപ്പോലുള്ള ധാരാളം വിഷമനുഷ്യർ ചത്തഴുകി മണ്ണായി കിടക്കുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മുടെ ഈ കേരളം ഭൂമിയിലെ നരകമായി മാറിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഒരു കാലത്ത് ഇത്തരം തീട്ട പവിത്രന്മാർ കൂടി അലിഞ്ഞു ചേരുമ്പോൾ ഈ മണ്ണിൻ്റെ വിഷവീര്യം എത്രത്തോളം അധികരിക്കുമെന്ന് ഓർക്കണം. ഈ വിമാനാപകടം ദേശീയ ദുരന്തമായി മാറുമ്പോൾ കേരളീയരെ സംബന്ധിച്ച് ഈ വിമാനാപകടം നൽകുന്ന ഏറ്റവും വലിയ നഷ്ടം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വിമാനത്തിൽ ഈ പവിത്ര തീട്ടം, ഈ തീട്ട പവിത്രൻ അല്ലെങ്കിൽ ഈ പവിത്ര തീട്ടം അവൻ ഇല്ലാതെ പോയല്ലോ എന്നത് മാത്രമാണ്. ഇവനുണ്ടായിരുന്നു ആ വിമാനത്തിലെങ്കിൽ അത് തീർച്ചയായിട്ടും കേരളത്തിന് ഒരു പരിധി വരെ കനത്ത ദുഃഖത്തിൽ പോലും അല്പം ആശ്വാസം നൽകുന്ന ഒന്നായി മാറുമായിരുന്നു. ഇവൻ ആ വിമാനത്തിൽ കാലന് പോലും വേണ്ടാത്തവൻ. നൂറ്റാണ്ടുകൾ പഴകിയ സാമൂഹ്യ അനാചാരങ്ങളുടെ പേരിൽ അത്തരം ദുരനുഭവങ്ങളൊന്നും നേരിൽ അനുഭവിക്കാത്ത മനുഷ്യർ ഈ നായർ വിരോധവുമായി ഇങ്ങനെ അലയുന്നുണ്ട് എങ്കിൽ അവർ സുടുശ്വാനന്മാരുടെ കടികൊണ്ട് പേ പിടിച്ച സാധു ജന്മങ്ങൾ മാത്രമാണ്. പോങ്ങൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. കുറച്ചുകൂടി ലളിതമായി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇതൊക്കെ. പക്ഷേ എനിക്കിട്ട് കടി കിട്ടും. അതുകൊണ്ടാണ്
ഇത്തിരി ദുർഗ്രഹമായിട്ട് പോകാൻ പറയുന്നത്. നായ കടിച്ചതിന്റെ പേരിൽ നായന്മാരോട് കെർവിച്ചു നടക്കുന്ന ഇത്തരം പവിത്ര തീട്ടങ്ങളെ ചവിട്ടി ഈ മണ്ണിൽ, കേരളീയ മണ്ണിൽ ഇതുപോലുള്ള പവിത്ര തീട്ടങ്ങൾ ധാരാളമുണ്ട്. അവരെയൊക്കെ ചവിട്ടി അവരുടെ കടി കൊള്ളാതെ നായന്മാർ സൂക്ഷിക്കണമെന്ന് ഈ പോങ്ങന് തീർച്ചയായിട്ടും പറയാനുള്ളൂ. തീട്ടപവിത്രനോട് സഹതാപം. ആ വിഷത്തിന്റെ വാമഭാഗമാകാൻ വിധിക്കപ്പെട്ട സ്ത്രീയോടും ആ പാഷാണ പുരുഷന്റെ പ്രത്യുൽപാദന ശേഷിക്ക് ഇരപ്പെട്ട കുട്ടിയോടും, അല്ലെങ്കിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന ജീവിത ദുര്യോഗത്തിൽ തീർച്ചയായിട്ടും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പോകാൻ ഈ സംസാരം ഇവിടെ നടത്താം. നായന്മാർ തീർച്ചയായിട്ടും കരുതലെടുക്കുക. നല്ലോണം ഭയമുള്ളവർ വാല് കൊഴിച്ചിട്ട് പല്ലി മാതിരി രക്ഷപ്പെട്ടുകൊള്ളുക ഈ സുടുകേരളത്തിൽ നിന്ന്. ധീരബുദ്ധിയുള്ള നായന്മാർ സധൈര്യം വാലുമുളപ്പിച്ച് പറയുക, തീട്ടപ്പവിത്ര നായരാടായി ഞാൻ, സംവരണവും സംരക്ഷണവുമില്ലാത്ത ജാതിവാലൻ നായരാടായി ഞാൻ. അങ്ങനെ സധൈര്യം പറയുക. ഒന്നും സംഭവിക്കാനില്ല. എന്തായാലും ആക്ഷേപമാണ്, ആട്ടാണ്, തുപ്പാണ് കിട്ടുന്നത്. എന്തിൻ്റെ പേരിൽ? നിങ്ങൾ ഏതെങ്കിലും ഒരു നായർ ഇവന്മാരെ ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? 100-200 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ പോലും അറിയാത്ത നമ്മുടെ മുതുമുത്തച്ഛന്മാർ എന്ന് പറയുന്നവർ അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു അപ്രിയമോ അനിഷ്ടകരമായിട്ടുള്ള, അത് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അന്ന് ആ കാലത്തുണ്ടായിരുന്നത് പോലുള്ള അനാചാരങ്ങൾ ഇന്നില്ലേ? അല്ലെങ്കിൽ അതിൻ്റെ മറുവശമല്ലേ ഇപ്പോൾ ഈ നായർക്ക് കിട്ടുന്ന തെറി? നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു നായർ എന്ന് പറയുന്ന ഇവന്മാരെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. ഞാനെന്തിനാ പഴി കേൾക്കുന്നത്? നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കേൾക്കുന്നത്? വാല് വെട്ടരുത്, വാല് വയ്ക്കണം. ആ വാലിലൂടെ പലതും കൊണ്ട് പറയാൻ. അതുകൊണ്ട് മടിക്കണ്ട. പണ്ട് കാലത്ത് അത് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാനൊരു കാര്യം വെറുതെ ഒന്ന് ചോദിക്കുക. ഒരു പാവപ്പെട്ട ഈഴവൻ, നല്ല ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ഈഴവൻ, തെങ്ങിനും പരക്കൊക്കെ ചെത്തി ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ഈഴവൻ, അങ്ങനെ ഒരു സാധാ ഈഴവൻ നേരെ കണിച്ചക്കുളക്കരയിലോട്ട് ചെന്നിട്ട് അവരുടെ സമുദായ മുതലാളിയായിട്ടുള്ള ആ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ പാവപ്പെട്ട ഈഴവനെ പിടിച്ച് അകത്ത് കയറ്റി ഊണുമേശയിലിരുത്തി ഊണ് കൊടുത്തു വിടുവോ? അതേപോലെ ഏതെങ്കിലും ഒരു അപ്പാവി നായര്, ഒരു ഗതിയും പരഗതിയില്ലാത്തൊരു നായര് പെരുന്നേലോട്ട് ചെന്നാൽ കയറ്റുവോ? സുകുമാരനായരുടെ വീട്ടിൽ ചെന്നാൽ കയറ്റുവോ? നമ്മൾ നായന്മാരാണെന്ന് പറയുവോ? ഇല്ല. ഒരു സമുദായ നേതാവും ഒരു പാവപ്പെട്ട സമുദായ അംഗത്തെ പരിഗണിക്കുക പോലുമില്ല. പിന്നെ എന്തിനാണ് ഇതൊക്കെ? പണ്ട് കാലത്തും വലിയ സ്വാധീനശേഷിയും വലിയ പ്രതാപം ഉണ്ടായിരുന്ന അന്നത്തെ കാലത്തെ ജന്മികൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ പലതുമൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പാവികളോട്. അതിന് നായന്മാരും ഇരകളായിട്ടുണ്ടാവും, പാവപ്പെട്ട നായന്മാരും ഇരകളായിട്ടുണ്ടാവും, അല്ലേ? അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട ഒരുത്തനും ഇങ്ങോട്ട്. അത് കേട്ടോണ്ട് പോകേണ്ട കാര്യവുമില്ല. നേരെ നിൽക്കണം, വാല് വെക്കണം. അതിൻ്റെ പേരിൽ ആനുകൂല്യമൊന്നുമില്ല. ഒരു വാലല്ലേ ഉള്ളൂ, ആ വാല് ആട്ടി നടക്കാനല്ലേ പറ്റുള്ളൂ. അതിൻ്റെ പേരിൽ ആനുകൂല്യമൊന്നും വാങ്ങുന്നില്ലല്ലോ. ഉണ്ടോ? ഇനി 10% എന്താ മുന്നാക്ക സംവരണം, എനിക്കത് കിട്ടുന്നില്ല, എൻ്റെ കുടുംബത്തിൽ ആരും അത് പറ്റിയിട്ടില്ല. അങ്ങനെ പറ്റുന്നവരുണ്ടെങ്കിൽ അവർ നിന്നാൽ മതി, അതല്ലാത്ത ഒരുത്തിനും നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് പോങ്ങന് പറയാനുള്ളത്. അതുകൊണ്ട് സകല നായന്മാർക്കും ഈ പോങ്ങൻ നായരുടെ അഭിവാദ്യങ്ങൾ. തൽക്കാലം നിർത്തുന്നു. ഒരു പേടിയും മടിയുമില്ല. എൻ്റെ കാർന്നവന്മാർ, എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ കാർന്നവന്മാർ നായരാണെന്നും പറഞ്ഞുകൊണ്ട് ഒരാളുടെ നെഞ്ചത്തോട്ട് കയറാൻ പോയിട്ടില്ല. ആ കാലം എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഇത്രയും പ്രായം ഞാൻ ജീവിച്ചിട്ട് ഞാൻ ജാതിയും മതവും നോക്കിയിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കളുടെ ജാതി എന്താണെന്ന് എനിക്കറിയില്ല, പലരുടെയും മതം അറിയാം. കാരണം ആ പേരിനകത്ത് മതമുള്ളത് കൊണ്ടാണ്. ജാതിവാലന്മാർ സ്വാഭാവികമായിട്ടും അവർക്കും അറിയാം. അല്ലാത്ത ഒരു ഇതിൽ സ്വാഭാവികമായിട്ടും ഞാൻ ജാതി ചോദിച്ചിട്ടില്ല, എന്നെ ബാധിക്കുന്ന വിഷയമല്ലാതെ. ഇനി എന്തിനാണ് ജാതിവാല് വെട്ടേണ്ട കാര്യം ഇരിക്കുന്നത്? വെട്ടേണ്ട കാര്യമില്ല. ജാതിയുടെ പേരിൽ സംവരണം ഉണ്ടെങ്കിൽ, ഈ നാട്ടിൽ ജാതിയുടെ പേരിൽ സംവരണം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ജാതി ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിക്കെങ്കിൽ പോലും ഒരു ആനുകൂല്യം പ്രത്യേക നിലയിൽ ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരവർക്ക് എല്ലാവർക്കും അവരുടെ ജാതികൾ പറയാം. ഒരു തെറ്റുമില്ല. ആദ്യം നമ്മളുടെ സംവിധാനങ്ങൾ ജാതിയിൽ നിന്നുള്ള എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും എടുത്തു കളയട്ടെ. ആ സമയത്ത് മതി ഈ നിലയിലുള്ള കാര്യങ്ങളൊക്കെ. അതല്ലെങ്കിൽ വാല് വയ്ക്കാം, നായരാണെന്ന് പറയാം. സംവരണമില്ലാത്തവൻ എന്ന് തന്നെയാണ് അർത്ഥം നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സംവരണമില്ലാത്ത ജാതിയാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രകടനം മാത്രമാണ് ജാതിവാൽ. അങ്ങനെ കൂട്ടിയാൽ മതി. ഞാൻ നായരാണെന്ന് പറയുന്നതിനകത്ത് എനിക്ക് ഒരു ഭയവുമില്ല. അതുകൊണ്ട് എന്ത് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല, ആട്ടും തുപ്പും അല്ലാതെ. പിന്നെ എന്തിനാ പേടിക്കണ്ടേ? പിന്നെ നിന്നെയൊക്കെ അങ്ങോട്ട് പേടിക്കണോടേ? എന്തിൻ്റെ പേരിൽ പേടിക്കണം? ഓരോ മനുഷ്യനെയും ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടില്ല ഞാൻ.
പറയുകയില്ല, ചിന്തിക്കുകയില്ല, അങ്ങനെ ചെയ്യുകയില്ല. പിന്നെ എന്തിനു പേടിക്കണം? നിൻ്റെയൊക്കെ പരിഹാസം. പിന്നെ നീയൊക്കെ പറയുന്നു നായർ സ്ത്രീകളൊക്കെ, ഇപ്പം ഇവൻ തന്നെ പറഞ്ഞല്ലോ നായർ സ്ത്രീയൊക്കെ മറ്റേ നോക്കി പോകുന്നതാണെന്ന്. ആണടേ, എന്താ കുഴപ്പം? ഇന്ന് ഈ ഫെമിനിസവും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും നായർ നല്ല നല്ല ഒന്നാം തരം ചൊല്ലുവിളിയുള്ള നല്ല ഭർത്താക്കന്മാരായിട്ട് നായന്മാർ, കുഞ്ഞിരാമന്മാരായിട്ട് നായന്മാർ ജീവിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല കുടുംബം ഇതിൽ പോകും. പിന്നെ നമ്പൂതിരി വന്ന് കയറിയിട്ടുണ്ട് എന്നുള്ള നമ്പൂതിരി താഴേക്ക് വരുന്നുണ്ട്, അവിടുന്ന് താഴേക്ക് പോകുന്നുണ്ടായിരുന്നടേ. അതൊക്കെ നമ്മൾ പറയേണ്ടി വരും, ഇല്ലേ? എന്നും അങ്ങനെയാണ്, എല്ലാ കാലത്തും ഇന്നും ഉണ്ടത്, ഇന്നും നടക്കുന്നുണ്ടത് പലതും. അതുകൊണ്ട് പഴയ ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ട് പോവാൻ നാണമില്ലേടേ. പണ്ട് ഒരു വീഡിയോയിൽ ഇപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ തന്ത കഴിക്കുന്ന അത്താഴം എനിക്ക് പിറ്റേത് വിസർജിക്കാൻ പറ്റില്ല, നിങ്ങളുടെയും തന്തമാർ കഴിച്ചതൊന്നും നിങ്ങൾക്ക് വിസർജിക്കാൻ പറ്റില്ല, നമ്മൾ കഴിക്കുന്നത് നമുക്ക് വിസർജിക്കാൻ പറ്റൂ, അല്ലേ? അതുകൊണ്ട് തന്തമാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. എനിക്കറിയാമല്ലോ, ഇവിടെ കിണറ്റിൽ തീട്ടം കലക്കിയ ഒരുത്തനെ കിണർ കഴുകാൻ താഴെ ഇറങ്ങിയപ്പോഴേ അവിടെ തൂറി വെച്ചു എന്ന് പറയുന്നു. അഭിമാനത്തോടെ പറഞ്ഞ നാൽക്കവലയിലിരുന്ന്, കലിങ്കിലിരുന്ന്. പണ്ട് കാലത്ത് അപ്പൂപ്പന്മാരോട് മോശമായിട്ട് ഈ കുടുംബക്കാർ പെരുമാറിയിട്ടുണ്ടെന്ന്. അതാണ് പകയുടെ അടിസ്ഥാനം, തൂറി വെക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് ചെയ്യാം, എങ്ങനെ ജീവിക്കും ഈ ലോകത്ത്? ആ തറവാട്ടിൽ ജനിച്ചു പോയത് കുറ്റമാണോ? അപ്പോൾ എന്ത് തന്നെ, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് എന്തെങ്കിലും ചെയ്തെങ്കിൽ ഇന്നത്തെ കാലത്ത് അതിനേക്കാൾ മ്ലേച്ഛമായ രീതിയിലേക്ക് ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതിന് ന്യായമുണ്ടോ? ഞാൻ ആരോടെങ്കിലും തെറ്റ് ചെയ്താൽ ആ വ്യക്തി എന്നോട് പകവീട്ടാം, അല്ലേ? എന്നോട് ഒരുപാട് പേർ അന്യായം ചെയ്തിട്ടുണ്ട്, അതെൻ്റെ കഴിവുകേട് കൊണ്ടായിരിക്കാം. പല ജാതിയിലും പദമതത്തിലും ഒക്കെ പെട്ടവരുണ്ട്. അതുകൊണ്ട് ഒരു കൂട്ടർ മോശം, ഒരു കൂട്ടർ നല്ലവർ എന്നൊന്നുമില്ല. സുടുബാധയേറ്റവരാണ് ഈ നായർ വിരോധവും കൊണ്ട് നടക്കുന്നത്. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഡ്ഢികളായി മാറുകയാണ്. അതുമാത്രമേ പറയാനുള്ളൂ. കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എനിക്ക് ആരുടെയും പ്രത്യേകിച്ച് പ്രിയമൊന്നും ആവശ്യമില്ല, പ്രത്യേകിച്ച് ഒരു മതിപ്പും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. വളരെ സന്തോഷം. കാണാം.